കൂടുതൽ ഉത്തരവാദിത്വമുള്ളവരായി ഈ പാർട്ടിയുടെ ഓരോ സഹപ്രവർത്തകരെയും ഓരോ നേതാവിനെയും കൂടുതൽ ഉത്തരവാദിത്വമുള്ളവരായി മാറ്റുന്ന പ്രവർത്തനങ്ങൾ ഈ കണ്ണൂർ ജില്ലയിലെ ഓരോ മേഖലയിലേക്ക് കടന്നു ചെല്ലുമ്പോഴും കഴിഞ്ഞ കാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ നരവേട്ടയുടെ കഥകൾ കേൾക്കുമ്പോൾ ഓരോ ദിവസവും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ മുണ്ട് മുറുക്കി കൊടുത്തും ജീവൻ പണയം വെച്ചും വീണ്ടും BJPക്ക് സിന്ദാബാദ് വിളിക്കുന്ന ഒരു സമൂഹത്തിന് മുമ്പിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ എനിക്ക് ഏറെ അഭിമാനമുണ്ട്. KT ജയകൃഷ്ണ നമുക്കെല്ലാം അറിയാം. ഒരുപക്ഷെ ബലിദാനികളിൽ നമ്മൾ അങ്ങനെ പറയാൻ പാടുണ്ടെന്നിരിക്കണം, ബലിദാനികളിൽ ഏറ്റവും പ്രശസ്തനാണ് KT ജയകൃഷ്ണ മാഷ്. നമുക്കിവിടെ പുഞ്ചക്കാട്ട് ദാമോദരേട്ടന്, CK രാമേന്ദ്രേട്ടൻ, CK വിനോദ് കുമാർ, ചൂരിക്കാട്ട് ബിജുവേട്ടൻ, അങ്ങനെ നിരവധി ബലിദാനികൾ ഇവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ ഈ കോട്ടയത്തൊക്കെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ ഏറ്റവും അധികം കേട്ടിട്ടുള്ളൊരു പേര് എന്ന് പറയുന്നത് ജയകൃഷ്ണ മാഷിനാണ്. എനിക്ക് തോന്നുന്നു എനിക്കൊരു 15 വയസ്സ് 16 വയസ്സിന്റെ പ്രായത്തിനിടയിലായിരിക്കാം ഒരു പക്ഷെ അതെ ജയകൃഷ്ണ മാഷിന്റെ മരണം. അത് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനത്തിനപ്പുറത്ത് കേരള സംസ്ഥാനമൊട്ടാകെ, ഞാനൊന്നും BJPയുടെ ഭാഗമല്ല, കേരള സംസ്ഥാനമൊട്ടാകെ ഞെട്ടിധരിച്ച ഒരു സംഭവമായിരുന്നു ജയകൃഷ്ണ മാഷിന്റെ മതം. രാഷ്ട്രീയ പകയ്ക്കപ്പുറം 6ാം ക്ലാസ്സിലുള്ള കൊച്ചുകുട്ടികൾ തന്റെ അധ്യാപകനെ മുമ്പിലിട്ട് വെട്ടിഞ്ഞുറുക്കുന്നത് നോക്കി നിൽക്കേണ്ട ഗതികേട് കൂടി കേരള സമൂഹം സാക്ഷ്യം വഹിച്ചെന്ന് ഇന്നും ആ മാനസികാവസ്ഥയിൽ നിന്ന് വിമുക്തമാക്കാത്ത കുട്ടികൾ ആ ക്ലാസ്സിൽ ഇന്നും അവശേഷിക്കുന്നു 25 വർഷത്തിന് ശേഷം. ഒരു കാര്യം ഞാൻ മാത്രം പറയാം, അന്ന് BJPയെ സ്നേഹിക്കാത്ത, BJPക്കാരനല്ലാത്ത ഷോൺ ജോർജ് ഇന്ന് ഈ ചെറുപുഴയിൽ വന്ന ജയകൃഷ്ണൻ മാഷിന്റെ അനുസ്മരണത്തിന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നുണ്ടെങ്കിൽ പ്രിയങ്കരായ ജയകൃഷ്ണൻ മാഷെ, സ്വർഗീയ ജനക ജയകൃഷ്ണൻ മാഷെ, അങ്ങക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, ഈ പാർട്ടിയെ കഴിഞ്ഞ കാലങ്ങളിൽ എതിർക്കുന്നവരിൽ വലിയൊരു വിഭാഗം ഇന്ന് അങ്ങയുടെ പാർട്ടിയിലുണ്ട്. അങ്ങ് ഉയർത്തിയ മുദ്രാവാക്യം ഈ നാട് ഏറ്റുപിടിച്ചു തുടങ്ങിയിരിക്കുന്നു. അങ്ങ് കണ്ട സ്വപ്നം ഈ നാട് യാഥാർത്ഥ്യമാകാൻ പോകുന്നു. ആയിരക്കണക്കിന് 10,000-കണക്കിന് ഇന്ന് ഈ പ്രതിസന്ധി ഉണ്ടായെങ്കിൽ അന്ന് എത്ര വലിയ പ്രതിസന്ധിയിലൂടെ ഈ രാഷ്ട്രീയ പാർട്ടി ഈ നാട്ടിൽ നടന്നത് നമുക്കറിയാം. ജയകൃഷ്ണ മാഷിന്റെ മരണത്തിന് ശേഷം 15 വർഷത്തിന് ശേഷമാണ് വിനോദ് കുമാർ കൊല്ലപ്പെടുന്നത് അല്ലേ? 15 വർഷത്തിന് ശേഷമാണ്. അതേ ദിനത്തിൽ അനുസ്മരണത്തിന് പോകുന്നതിന് മുമ്പ് ഇന്ന് ഇവിടെ നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഇവിടെ നിൽക്കുന്ന ഓരോ വ്യക്തികളും കടന്നു വന്നിട്ടുള്ളത് വരുന്നിടത്ത് കാണാമെന്ന് തീരുമാനിച്ചാൽ എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇവിടെ നടക്കുന്ന ഈ അനുസ്മരണ യോഗത്തിലും ഈ അനുസ്മരണ യോഗം കഴിഞ്ഞ് തിരികെ പോകുമ്പോഴൊക്കെ നിങ്ങൾക്ക് തന്നെ ആക്രമണം ഉണ്ടാകില്ല എന്ന് ഉറപ്പ് പറയാൻ കഴിയില്ല. അങ്ങനെ ഉണ്ടായാലും വരുന്നിടത്ത് കാണാമെന്ന് ഉറപ്പിച്ചിറങ്ങിയ ഒരു ജനസമൂഹത്തിന് മുമ്പിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഒരു കാര്യം തീർത്തു പറയാം, ഈ ബലിദാനികളുടെ ബലിദാനം ഈ പാർട്ടി ഒരിക്കലും ചെറുതായി കാണുന്നില്ല. ഈ ബലിദാനികളുടെ ബലിദാനം ഒരിക്കലും പാഴായി മാറില്ല. അവർ കണ്ട സ്വപ്നത്തിലേക്ക് ഈ രാഷ്ട്രീയ പാർട്ടി നടന്നെടുക്കുക. ഇന്ന് കേരള സംസ്ഥാനത്ത് ഭരണം നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പിണറായി വിജയന്റെ നേതൃത്വം നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ആ പാർട്ടിയുടെ ലോക്കൽ സമ്മേളനങ്ങളും ബ്രാഞ്ച് സമ്മേളനങ്ങളും ഏരിയ സമ്മേളനങ്ങളും ഒക്കെ നടക്കുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ തന്നെ പറയട്ടെ, ഒരു സമ്മേളനങ്ങളിൽ പോലും സമാധാനപരമായി സമ്മേളനം അവസാനിപ്പിക്കാൻ കഴിയാത്ത പ്രതിസന്ധിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നീങ്ങിയിരിക്കുന്നു. കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്നലെയും ഏരിയ കമ്മിറ്റിയാണ് ആലപ്പുഴ പ്രദേശത്താണ്. ഏരിയ കമ്മിറ്റിയിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. CPM-ഉം കോൺഗ്രസ് പാർട്ടിയും നടത്തുന്ന പ്രീണന രാഷ്ട്രീയത്തെയും അൽമതേതരത്തെയും കേരള സമൂഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു.
ചെറിയ കുറച്ചെന്തരമൊക്കെ ഉണ്ട്. എങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങളെ SDP-യുടെ മുമ്പിൽ പോലും അടിയറ വെക്കേണ്ട ഗതികേടിൽ ഒരു രാഷ്ട്രീയ പാർട്ടി മുമ്പോട്ട് പോകുമ്പോ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക്, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന് ഇനി CPIM സിന്ദാബാദ് വിളിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് ആ പാർട്ടി നടന്നു നീങ്ങിയിരിക്കുന്നു. നമ്മൾ മുമ്പോട്ട് വെക്കുന്നത് ഇവിടെ ആരും ഈ ഇരിക്കുന്ന നേതാക്കന്മാരെ എന്നെയോ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളെ കണ്ടുകൊണ്ടല്ല ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങളെല്ലാം ഇവിടെ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ആദർശത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് നിങ്ങളെല്ലാം ഇവിടെ കടന്നു വന്നിട്ടുള്ളത്. ആ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് കടന്നു വന്നിട്ടുള്ളത്. നമ്മുടെ ഈ ബലിദാനികൾ ജീവൻ ബലികൊടുത്തതും ആ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവർ ഉയർത്തിപ്പിടിച്ച സിദ്ധാന്തം ഇന്ന് നഷ്ടമായിരിക്കും. നമുക്ക് ഈ അടുത്ത കാലത്ത് നമുക്ക് ഏറ്റവും ദുഃഖമുണ്ടായ ഒരു കാര്യം പാലക്കാട് തെരഞ്ഞെടുപ്പാണല്ലേ. എനിക്ക് അടുത്ത കാലത്ത് ഏറ്റവും സന്തോഷമുണ്ടായ ഒരു കാര്യം പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ ഫലമായി. മറ്റൊന്നുമല്ല, നിങ്ങളെ കുറച്ചാളുകളെങ്കിലും പാലക്കാട് തെരഞ്ഞെടുപ്പിൽ അവിടെ പ്രചരണ രംഗത്ത് എത്തിയിട്ടുണ്ടോ? ആ വന്നിട്ടുള്ള ആളുകൾക്കെല്ലാം അറിയാം, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ ചർച്ചയുണ്ടായിരുന്നു. അത് ഇടതുപക്ഷമെന്നില്ല, വലതുപക്ഷമെന്നില്ല, കോൺഗ്രസ് എന്നില്ല, CPM എന്നില്ല, CPI എന്നില്ല, മുസ്ലിം ലീഗ് എന്നില്ല, BJP-യുടെ പരാജയം. അവിടെ അവരെല്ലാം ഒന്നായിരുന്നു. നിങ്ങൾക്കറിയാം, അവിടെ SDP പരസ്യമായി UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം നടത്തിയപ്പോ പല പ്രാവശ്യം നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ആ വോട്ട് വേണ്ട എന്ന് പറയാൻ കഴിയുമല്ലോ? ഇലക്ഷൻ കഴിയുന്നതും വരെ പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ആ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന് ഏറ്റവും അധികം പ്രകടനം നടത്തിയത് ആരാ? പാലക്കാട് ടൗണിൽ ഏറ്റവും അധികം പ്രകടനം നടത്തിയത് SDP-യും ജമാഅത്തെ ഇസ്ലാമിയാണ്. അപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രിയങ്കരനായ സെക്രട്ടറി ഗോവിന്ദ മാഷ്, ഡ്രില്ല് മാഷ് അപ്പൊ തന്നെ പത്രസമ്മേളനം നടത്തി. ഇത് വർഗീയ കക്ഷികളെ കൂട്ടുപിടിച്ചുള്ള UDF-ന്റെ വിജയമാണ്. തൊറ്റ് തലേ ദിവസം ഈ പറയുന്ന വർഗീയ കക്ഷികളുടെ സ്വന്തം പത്രത്തിൽ സ്വന്തം സ്ഥാനാർത്ഥിയുടെ പരസ്യം കൊടുത്തിട്ടാണ് പിറ്റേ ദിവസം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഈ വർഗീയ കക്ഷികളെ കൂട്ടുപിടിച്ചതിന് കുറ്റം പറഞ്ഞത്. അവിടെ ഒറ്റ ചർച്ചയുണ്ടായിരുന്നുള്ളൂ. എങ്ങനെയും 44,000-ഓളം വരുന്ന ഇസ്ലാമിക വോട്ടുകളെ എങ്ങനെ തങ്ങൾക്ക് അനുകൂലമാക്കാം, ആ ചുമതല അവർ SDP-യെ ഏൽപ്പിച്ചു. SDP കോൺഗ്രസിന് ആ വോട്ടുകൾ മറിച്ചു കൊടുത്തു. ഇത് 2021 പൂഞ്ഞാറിൽ സംഭവിച്ചതാണ്. നമ്മളിതിനെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് വിളിക്കുമ്പോ ഇതിനെ നമ്മൾ പറയുന്ന വർഗീയതയായി ചിത്രീകരിക്കപ്പെടും. എന്നെ ശ്രമിക്കുന്ന നന്ദപരായ ഇസ്ലാം സഹോദരനോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ പറയുന്നത് നിങ്ങളെ കുറിച്ചല്ല. ഈ രാജ്യത്തെ കവർന്നു തിന്നുവാൻ, ഈ രാജ്യത്തിന്റെ അകന്തതയോട് പൊരുത്തപ്പെടാതെ, ഈ രാജ്യത്തെ സ്നേഹിക്കാതെ, ഈ രാജ്യത്തിന് വിരുദ്ധമായി ഈ രാജ്യത്തിന്റെ ശത്രുരാജ്യങ്ങളോട് പൊരുത്തപ്പെട്ടുകൊണ്ട് അവർക്ക് സിന്ദാബാദ് വിളിക്കുന്ന ഒരു വർഗം ഇവിടെ ജീവിക്കുന്നുണ്ട്. അവർ കാലാകാലങ്ങളിൽ അവർ ആവശ്യമുള്ളവർക്കൊക്കെ വോട്ടുകൾ മാറ്റി കൊടുക്കും. 2016 എനിക്കറിയാം, ആ SDP-യുടെ പിന്തുണ മേടിച്ച് ജയിച്ച വ്യക്തിയാണ് എന്റെ പിതാവ്. ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ തുറന്നു പറയുന്നതാണ്. അത് ഇവന്മാരും ഇതിനോട് രഹസ്യ കച്ചവടം വരുന്നില്ല. പരസ്യമായി പത്രസമ്മേളനം നടത്തി SDP-യുടെ പിന്തുണ വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പിതാവ് PC ജോർജ് പൂഞ്ഞാറിൽ മത്സരിച്ചു. 2 വർഷം കഴിഞ്ഞപ്പോ അദ്ദേഹം തന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞു, യുവന്മാരുമായിട്ട് കൂട്ടുകൂടി മുമ്പോട്ട് പോകാൻ കഴിയില്ല. എന്റെ രാജ്യത്തെ സ്നേഹിക്കാത്തവർ, അതിലുപരി കൊലപാതക രാഷ്ട്രീയത്തിന്റെയും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നവരുമായി പൊരുത്തപ്പെടാൻ എനിക്ക് കഴിഞ്ഞില്ല. അന്ന് തുടങ്ങിയതാ PC ജോർജിനെതിരെയുള്ള വർഗീയത. 2021 ഞാൻ പറഞ്ഞു, 2016 PC ജോർജിന് പിന്തുണ കൊടുക്കുമ്പോ അതിന്റെ സംസ്ഥാന സമിതി, SDP-യുടെ സംസ്ഥാന സമിതിയിൽ ഞാൻ നേരിട്ട് പോയി നിന്ന് സംസാരിച്ചിട്ടുണ്ട്. അന്ന് ആ കമ്മിറ്റിയിൽ എടുത്ത തീരുമാനം 139 മണ്ഡലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിന്തുണ കൊടുക്കുകയും ഒരിടത്ത് പൂഞ്ഞാറിൽ PC ജോർജിന് പിന്തുണ കൊടുക്കുകയുണ്ടായി. 2021 അത് 140 നിയോജകമണ്ഡലങ്ങളും SDP-യുടെ പിന്തുണ മേടിച്ച CPI-മാണ് ഇപ്പം കോൺഗ്രസിനോട് പറയുന്നത്. കോൺഗ്രസ് വിവിധ ശക്തികളുടെ, വർഗീയ ശക്തികളുടെ വോട്ട് മേടിച്ചു. ഇവന്മാർ 2
ചെയ്തു വന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. 2021 SDPI മത്സരിച്ചത് 44 നിയോജകമണ്ഡലങ്ങളാണ്. SDPI മത്സരിച്ച 44 നിയോജകമണ്ഡലങ്ങളിൽ 33 സ്ഥലങ്ങളിൽ CPMന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം. വോട്ട് പിടിച്ചു മാറ്റാൻ വേണ്ടി മാറ്റം നിർത്തിയതാണ്. അവർക്ക് 100 സീറ്റ് മത്സരിക്കാം. കാരണം 100 സീറ്റ് എടുത്താലും 10,000 വോട്ടെങ്കിലും ഇത് ഇവർക്കുണ്ട്. എന്നിട്ട് 44 സീറ്റുകളിൽ പിണറായിയുടെ നിർദ്ദേശപ്രകാരം മത്സരിച്ച് ആ പിണറായിയുടെ നിർദ്ദേശപ്രകാരം മത്സരിച്ച 44 സീറ്റുകളിൽ 33 സീറ്റിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവര് നമ്മളെ വിളിക്കുന്ന ഒരു പേരുണ്ട്. ഇതെല്ലാം കാണിച്ച് പോലെ കണ്ടിട്ട് നമ്മളെ വിളിക്കുന്ന ഒരു പേരുണ്ട്, വർഗീയ പാർട്ടി. ഞാൻ തന്നെ ഒന്നാമത്തെ ക്രിസ്ത്യാനിയാണ്. ഇന്ന് രാവിലെയും എന്റെ പാർട്ടി നേതാക്കന്മാർ എന്റെ പള്ളിയിൽ കൊണ്ട് കുർബാന കാണിച്ചിട്ടാണ് ഞങ്ങൾ രാവിലെ ഇന്നത്തെ പണി ആരംഭിച്ചത്. ചെറുപുഴ പള്ളിയിലാണ്, കാക്കച്ചാൽ പള്ളിയിലാണ് ഞാൻ രാവിലെ കുർബാനിക്കുന്നത്. എന്നെ കൊണ്ടുവിട്ടത് എന്റെ പാർട്ടിയുടെ നേതാക്കന്മാരാണ് കുർബാന കൂടാൻ. അച്ഛനെ കണ്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് പറയുന്നത് BJP ഒരു വർഗീയ പാർട്ടിയാണ്. ഞാൻ ഒരു കാര്യം എന്റെ അനുഭവത്തിൽ നിന്ന് തീർത്ത് പറയട്ടെ. ഞാൻ ഈ രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമായിട്ട് കഴിഞ്ഞ 10 മാസക്കാലത്തിനിടയിൽ എനിക്ക് ഏറ്റവും അധികം അംഗീകാരം തന്ന പ്രസ്ഥാനം BJP ആണ്. അതിനപ്പുറത്ത് ഇവിടെ വർഗീയതയുടെ പേരിൽ നിങ്ങൾ നിരോധിക്കണമെന്ന് പോലും ആവശ്യപ്പെടുന്ന RSS എന്റെ വിശ്വാസങ്ങൾക്ക് ഏറ്റവും അധികം സംരക്ഷണം തന്ന പ്രസ്ഥാനമാണ്. ഞാനിത് ഇവിടെ പറയേണ്ടത് എന്റെ കടമയാണ്, അതുകൊണ്ട് പറയുന്നതാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഈ മുനമ്പ സമരം, ഇപ്പൊ എന്റെ മുനമ്പം സമര നായകൻ എന്നൊക്കെ വിശ്വസിച്ചു. മുനമ്പ സമരത്തിൽ അവരോടൊപ്പം ഞാൻ കൂടി എന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് മുനമ്പം സമരത്തിന്റെ നായകനൊന്നും ഞാനല്ല. മുനമ്പം സമരം എന്തുകൊണ്ട് നമ്മൾ ഏറ്റെടുത്തു? നമ്മൾ എടുത്തു പറയേണ്ട ഒരു വിഷയം, എന്നോട് പാർട്ടി ആവശ്യപ്പെട്ടത് മുനമ്പത്ത് പോയി ആ സമരത്തിന് പിന്തുണ അറിയിക്കാനാണ്. ഞാൻ പോയി പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റും KV ഹരിദാസ് ഉൾപ്പെടെ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളും ഉൾപ്പെടെ ഞങ്ങൾ അവിടെ ചെന്ന് പിന്തുണ അറിയിച്ചു പോന്നു. പക്ഷെ അതിനുശേഷം ഒക്ടോബർ 14-ാം തീയതി കേരള നിയമസഭയിൽ ഇവിടെ നിന്ന് ഇവന്മാർക്ക് വോട്ട് കുത്തി ജയിപ്പിച്ച് വിടുന്ന എല്ലാവരും ഒന്ന് കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഒക്ടോബർ 14-ാം തീയതി കേരള നിയമസഭയിൽ ഒരു പ്രമേയം പാസാക്കി. എന്താ പ്രമേയം? കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള വഖഫ് ഭേദഗതി നിയമം വഖഫ് തത്വങ്ങൾക്ക് നിരക്കാത്തതും ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതിനാൽ ഈ വഖഫ് ഭേദഗതി നിയമം നടപ്പാക്കരുത് എന്ന് കേരള നിയമസഭ ഐക്യകണ്ഠേന ആവശ്യപ്പെടുന്നു. നിങ്ങൾ ഇവിടുന്ന് കുറച്ച് MLA-മാരെ ജയിപ്പിച്ചു വിട്ടിട്ടില്ലേ? നിങ്ങൾ ഇവിടുന്ന് ഇടതുപക്ഷവും വലതുപക്ഷവുമായി കുറെ പേരെ ജയിപ്പിച്ചുവിട്ടിട്ടുണ്ടല്ലോ. അവർ വരുമ്പോൾ ചോദിക്കണം. ആ മുനമ്പം ജനത മാത്രമല്ല, തളിപ്പറമ്പിൽ, കണ്ണൂരിൽ, പയ്യന്നൂരിൽ, ചാവക്കാട്, ഗുരുവായൂരിൽ എത്രയെത്ര ഭൂമികൾക്ക് നേരെയാണ് വഖഫ് കയ്യേറ്റം നടന്നിട്ടുള്ളത്. എന്തിന്? ഇന്ത്യൻ പാർലമെന്റിൽ ഇരിക്കുന്ന വസ്തു, താജ്മഹൽ ഉൾപ്പെടുന്ന വസ്തു. ഇതിനു വേണ്ട ഇന്ത്യൻ മിലിറ്ററിയും ഇന്ത്യൻ റെയിൽവേയും കഴിഞ്ഞാൽ ഏറ്റവും അധികം ഭൂമി ഇന്ത്യ മഹാരാജ്യത്തിന് സ്വന്തമായിട്ടുള്ളത് വഖഫ് ബോർഡിനാണ്. അതൊന്നും തെറ്റില്ല. പക്ഷേ നൂറ്റാണ്ടുകളായി ജീവിക്കുന്ന പാവപ്പെട്ടവരെ സ്വന്തം ഭൂമിയിൽ നിന്നും ഇറക്കി വിടുവാൻ ഒരു നിയമം പ്രയോഗിക്കാൻ വന്നാൽ, അത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിൽ ഒരു നിയമമായി വന്നാൽ അതിനെ തടയേണ്ട കടമ ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. ആ കടമ നിർവഹിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഇവന്മാര് പ്രമേയമായി വരുന്നത്. ഇവരോട് ആരും പ്രമേയം എഴുതാനോ പ്രമേയം പാസ്സാക്കാനോ നിയമസഭയുടെ അഭിപ്രായം എന്താണെന്നോ ഇവന്മാരോട് ആരും ചോദിച്ചില്ല. അവിടെ ഒരു നിയമം കൊണ്ടുവന്നാൽ ആ നിയമം നടപ്പിലാക്കാൻ നല്ല ബോധ്യമുള്ള, അതിനുള്ള തന്റേടമുള്ള ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിലുണ്ട്. അതിന്റെ പുള്ളിയുടെ പേര് നരേന്ദ്രമോദി എന്നാണ്. അത് ഇവന്മാരുടെ ഓച്ചാരമൊന്നും അവിടെ ആവശ്യമില്ല. എന്നിട്ട് പ്രമേയം പാസ്സാക്കി. പക്ഷെ പ്രമേയം പാസ്സാക്കിയപ്പോൾ നമ്മൾ തീരുമാനിച്ചു, ഇത് ജനത്തിന് മുമ്പിൽ നമ്മൾ തുറന്നു കാട്ടണം. പാലക്കാട്ടെ പരാജയം പോലെ, പാലക്കാട്ടെ ഞാനത് പൂർത്തീകരിച്ചില്ല, പാലക്കാട്ടെ പരാജയം ഒരു
കേരളത്തിലെ ഭരണ സ്വാധീനങ്ങളെ ഇടതുപക്ഷത്തെയും ഭരണപക്ഷത്തെയും പാർട്ടികൾക്ക് അപ്പുറത്തു നിന്നുകൊണ്ട് രാജ്യവിരുദ്ധം നിയന്ത്രിക്കുന്ന ഈ രാജ്യവിരുദ്ധ ശക്തികളെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഈ കേരള സമൂഹത്തിന് മുന്നിൽ പൊളിച്ചു കാട്ടുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം ഭാരതീയ ജനതാ പാർട്ടി ഏറ്റെടുക്കുകയാണ്. ഇവിടെ വഖഫ് നിയമത്തെ കുറിച്ച് പറഞ്ഞു വന്നു. വഖഫ് നിയമത്തിനപ്പുറത്ത് ഇവിടെ ഇതിനു മുമ്പ് ഇതുപോലെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ഭീകരനായ നരേന്ദ്രമോദിയുടെ കടന്നുകയറ്റമെന്ന് ഇവർ വിശേഷിപ്പിച്ച ഒരു നിയമം ഉണ്ടായിരുന്നു. ഏതാ? പൗരത്വ ഭേദഗതി നിയമം. സത്യമായിട്ട് ഞാനും വിചാരിച്ച ഇതെന്തോ വലിയ പ്രശ്നമാണ്. ഇവിടെയുള്ള മുസ്ലിങ്ങളെല്ലാം പിടിച്ച് പുറത്താക്കാൻ വേണ്ടി എന്തോ ഉടായിപ്പായിട്ട് വരുന്നതാണെന്ന് ഞാനും വിചാരിച്ചു. സത്യം ഞാനങ്ങനെ ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ചതല്ലേ എന്റെ മസ്തിഷ്കത്തിലേക്ക് ആ ചിന്ത കുത്തിവെച്ചിരുന്നു. ഓരോ ന്യൂനപക്ഷക്കാരുടെ മനസ്സിലേക്കും ഈ നിയമങ്ങൾ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റമായി ചിത്രീകരിച്ചിരുന്നു. എന്നിട്ട് ന്യൂനപക്ഷങ്ങൾക്ക് വല്ലതും സംഭവിച്ചോ? പൗരത്വ ഭേദഗതി നിയമം നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കി. എന്നിട്ട് ഈ രാജ്യത്തെ ഏതെങ്കിലും ഇസ്ലാം സഹോദരനെ ഈ രാജ്യത്ത് പുറത്താക്കിയോ? നിങ്ങൾ പറയണം. ബിജെപിയെ വർഗീയ പാർട്ടി എന്ന് വിളിക്കുന്ന, ബിജെപിയെ മത തീവ്രവാദികളുടെ പ്രസ്ഥാനം എന്ന് വിളിക്കുന്ന, ഹിന്ദു തീവ്രവാദ പ്രസ്ഥാനം എന്ന് വിളിക്കുന്ന നിങ്ങൾ പറയണം, ഇവിടെ ഏതെങ്കിലും ഒരു ഇസ്ലാം സഹോദരൻ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പേരിൽ ഈ ചുറ്റുവട്ടമുള്ള ഇസ്ലാം രാജ്യങ്ങളെല്ലാം എടുത്തു നോക്കിക്കോ. ഇസ്ലാം സഹോദരങ്ങൾ സമാധാനപരമായി ഇന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്താണോ എന്ന് മറക്കരുത്. ലോക രാജ്യങ്ങളെടുത്ത് നിങ്ങൾ നോക്കുക. തുർക്കി എടുത്ത് നോക്കുക, അഫ്ഗാനിസ്ഥാൻ എടുത്ത് നോക്കുക, ബംഗ്ലാദേശ് എടുത്ത് നോക്കുക, പാകിസ്ഥാൻ എടുത്ത് നോക്കുക. ഇവിടേക്കൊക്കെ ചെല്ലുമ്പോ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ കഴിയുന്നില്ല. പട്ടിണികാരും കുട്ടികൾ പട്ടിണി കിടക്കുന്നു. നല്ല സുഖമായി ജീവിക്കുന്നില്ലേ നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയിൽ? അന്തസ്സായിട്ട് ജീവിക്കുന്നില്ലേ നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയിൽ? 10.5 വർഷക്കാലമായില്ലേ ഈ രാജ്യത്ത്? 10.5 വർഷക്കാലമായി നരേന്ദ്രമോദി ഭരിക്കുന്ന ഈ രാജ്യത്തിന് എന്ത് സംഭവിച്ചു? സംഭവിച്ചില്ലെന്ന് മാത്രമല്ല, ലോകത്തിന്റെ നെറുകയിലേക്ക്, ലോക സാമ്പത്തിക ശക്തികളിൽ 5ാം സ്ഥാനത്തേക്ക് ഈ രാജ്യത്തെ പിടിച്ചുയർത്തിയ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. നമുക്കറിയാം 2014 അധികാരത്തിൽ വരുമ്പോ, ഞാനിപ്പോഴും ഓർക്കുന്നത് 2010-11 കാലഘട്ടത്തിലൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു പുച്ഛത്തോടു കൂടിയാണ് നമ്മളെ കണ്ടത്. സത്യം. ഇത് നമ്മുടെ കുട്ടികളൊക്കെ, വിദേശത്തുള്ള കുട്ടികളൊക്കെ ധാരാളം ഉണ്ടോ നമ്മുടെ നാട്ടിൽ? ഒന്ന് ചോദിച്ചാൽ മതി. ഞാൻ അധിക രാജ്യങ്ങളൊന്നും പോയിട്ടില്ല. ഞാൻ ഇംഗ്ലണ്ടിൽ പോയിട്ടുണ്ട്. ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ പുച്ഛമായിരുന്നു. ഓസ്ട്രേലിയയിൽ പുച്ഛമായിരുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ പുച്ഛമായിരുന്നു. പക്ഷെ ഇന്ന് അവിടെ ഉള്ളവരോടൊന്ന് വിളിച്ചു ചോദിച്ചു നോക്കി. NRIs അവിടെ നിന്ന് തിരിച്ചു വരുന്നവർക്കൊക്കെ ഇന്ന് ബിജെപിയോട് വലിയ സ്നേഹമാണ്, നരേന്ദ്രമോദിയുടെ വലിയ ബഹുമാനം. എന്താണെന്നറിയോ? അവരിന്ന് ആ രാജ്യത്ത് പോലും അവർ ഇന്ത്യയുടെ പൗരൻ എന്ന് പറയുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ബഹുമാനം അത്ര വലുതാണ്. ആ ബഹുമാനത്തിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടെത്തിച്ചത് നരേന്ദ്രമോദിയാണ്. മിനിഞ്ഞാന്ന് ഈ അൽമനേതൃത്വത്തിന്റെ കാര്യമാണ് വീണ്ടും വീണ്ടും തികട്ടി വരുന്നത്, പറയാതിരിക്കാൻ കഴിയില്ല. കഴിഞ്ഞ മിനിഞ്ഞാന്ന് നമ്മുടെ മുഖ്യമന്ത്രി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, നിങ്ങളൊക്കെ കണ്ടോന്ന് എനിക്കറിയില്ല, പാലസ്തീനെ കുറിച്ചാണ്. ശ്രദ്ധിച്ചോ? നിങ്ങളൊക്കെ കണ്ണൂരുകാരായ മുഖ്യമന്ത്രിയുടെ പോസ്റ്റ് ശ്രദ്ധിക്കുമായിരുന്നു. എന്താണ്? മിനിഞ്ഞാന്ന് വൈകിട്ട് 4 മണിക്ക് പോസ്റ്റ് ചെയ്തേക്കുന്നതാണ്. ഇന്ന് പാലസ്തീൻ ഐക്യദാർഢ്യ ദിനം. മാനവികത എന്ന മഹത്തായ ആശയം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികൾ ഒന്നാണ് അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ അനുഗ്രഹാശുപത്രിയോട് ഇസ്രായേൽ സൈനിക ഭരണകൂടം പാലസ്തീനിൽ നടത്തുന്ന ആക്രമണവും അധിനിവേശവും. അവിടെ കുഞ്ഞുങ്ങളും സ്ത്രീകളും ഉൾപ്പെടെ നിരാലംബരായ പാലസ്തീൻ ജനത കൂട്ടക്കൊടുതിക്ക് ഇരയാകുകയാണ്. അതിൽ ഈ ലോകം കണ്ട ഏറ്റവും മനുഷ്യത്വഹീനമായ വംശഹത്യകൾ ഒന്നിനാണ് വർത്തമാനകാലം സാക്ഷ്യം വഹിക്കുന്നത്. ഇതിന് തടയിടേണ്ട ഉത്തരവാദിത്വം നാം ഏറ്റെടുത്തേ തീരൂ. അവസാനം വന്നിട്ട് പാലസ്തീൻ ജനതയ്ക്ക് അഭിവാദികൾ എന്ന് പറഞ്ഞാണ് ഈ പോസ്റ്റ് അവസാനിക്കുന്നത്. ഏറ്റവും തമാശയായിട്ട് എനിക്ക് തോന്നിയത്, ഇതിന് തടയിടേണ്ട ഉത്തരവാദിത്വം നാം ഏറ്റെടുത്തേ തീരൂ എന്ന് പറഞ്ഞതാണ്. പണ്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ VS അച്യുതാനന്ദൻ ഇത് ഇറാഖ് അധിനിവേശ കാലത്ത് ഞങ്ങളെ കണ്ടോണ്ടിരിക്കുക. മിസ്റ്റർ ബുഷ്, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, നിങ്ങൾ ഇറാഖിന് നേരെ നടത്തുന്ന ഈ അധിനിവേശം അവസാനിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ശക്തമായ ജനരോഷം ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ കൈയടിച്ച് കുറെ സഹാക്കന്മാരെ ഞാൻ കണ്ടു. ബുഷിനെ VS ആനന്ദൻ
ബുഷിന് അതുപോലെയാണ് മുഖ്യമന്ത്രി ഈ സ്റ്റേറ്റ്മെന്റ്. ഇതിന് തടയേണ്ട ഉത്തരവാദിത്വം നാം ഏറ്റെടുക്കുന്നു. ഇവിടെ ഏരിയ കമ്മിറ്റി ഓഫീസിലാണല്ലോ ഇതിന് തടയാനുള്ള സംവിധാനം ചെയ്യുന്നത്. നെതന്യാഹു 2 ദിവസം ഉറങ്ങിയില്ലെന്നാ പറഞ്ഞ മുഖ്യമന്ത്രി സ്റ്റേറ്റ്മെന്റ് കേട്ടു. 2 ദിവസം പുള്ളിക്ക് ഉറക്കം വന്നില്ല, പേടിച്ചിരിക്കുകയാണ്. പിണറായി കൊടുത്ത വല്ല സഹാക്കന്മാരെ കുറുവടി മറ്റേ പെട്രോൾ പമ്പുമായിട്ട് പറഞ്ഞു കൊണ്ടുവന്ന് പേടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഈ വിഷയമല്ല, മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്കിലെ ബസ് ഇതല്ല, ഇതിന്റെ തമാശ പറയാനല്ല ഞാൻ വന്നത്. ഒരു യുദ്ധം നടക്കും, അത് പാലസ്തീനിലായിക്കോട്ടെ, ഇസ്രായേലിലായിക്കോട്ടെ, ഗാസയിലായിക്കോട്ടെ, ബംഗ്ലാദേശിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, ഈ ബോംബ് വന്ന് വീണ് കെട്ടിടങ്ങൾ തകർന്ന് സ്ത്രീകളും കുട്ടികളും ഒക്കെ ചോര ഒലിപ്പിച്ച് നിൽക്കുമ്പോൾ നമുക്കാർക്കെങ്കിലും മനസ്സുഖം തോന്നാറുണ്ടോ? അല്ലെ അത് കാണുമ്പോൾ നമുക്ക് സുഖമെന്ന് തോന്നാറുണ്ടോ? മനുഷ്യരായി ജനിച്ച ശാഖമായിട്ട് തോന്നും, അവർക്കിതൊരു കാര്യമാണ്. പക്ഷെ മനുഷ്യരായി ജനിച്ച ആർക്കും ഇതൊന്നും കാണുമ്പോ ഒരു സുഖം തോന്നില്ല, അല്ലേ? നമ്മളെടുക്കുന്നത് നമ്മുടെ രാജ്യമല്ല, ഏതോ രാജ്യം. എങ്കിൽ പോലും യുദ്ധത്തിനെതിരായുള്ള നിലപാട് അവിടെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ബോംബ് സ്ഫോടനത്തിൽ മരിച്ചും ജോലി കുളിച്ചും അംഗവൈകല്യം സംഭവിച്ചൊക്കെ നീക്കുന്ന കാണുമ്പോ നമുക്ക് വലിയ രോമാഞ്ചമൊന്നും വരുമൊന്നുമില്ല. ഞങ്ങൾ എതിർക്കുന്നു, ലോകത്തെല്ലാ യുദ്ധങ്ങളെയും നമ്മൾ എതിർക്കുന്നു. പക്ഷേ അതിനകത്ത് ഒരു വർഷം കൂടി മാത്രം ഇവിടെ പ്രീണിപ്പിക്കാൻ നടക്കുന്ന നിലപാട്. പാലസ്തീനെ കുറിച്ച് വലിയ കാര്യമായി സങ്കടം പറയുന്ന പിണറായി വിജയൻ എന്താ ഇസ്രായേലിൽ കൊല്ലപ്പെടുന്നതിനെ കുറിച്ച് മിണ്ടാതെ? ഈ പാലസ്തീൻ യുദ്ധം തുടങ്ങുന്നത് എവിടെയാണ്? ഈ പ്രാവശ്യം ഒരു രാത്രി 1400ഓളം വരുന്ന ഇസ്രായേലികളെ ഒറ്റ രാത്രി കൊണ്ട് മൃഗീയമായി കൊലപ്പെടുത്തി അവിടെ നിന്നും നൂറുകണക്കിന് ആളുകളെ ബന്ദികളാക്കി പാലസ്തീൻ മാറ്റിയപ്പോ അതിനെതിരെയാണ് ഈ പ്രാവശ്യം ഇസ്രായേൽ യുദ്ധം തുടങ്ങിയത്. ഇസ്രായേലിന്റെ യുദ്ധം ശരിയാണെന്ന് ഞാൻ പറയില്ല, ഇസ്രായേൽ യുദ്ധം കടുപ്പിച്ചാ പോകുന്നു. പക്ഷേ ചൊള്ളു കൊടുത്ത് ചൊളവേടിച്ചല്ലേ, പോട്ടെ, അതിന്റെ കാര്യം വിട്ടോ. ഈ പാലസ്തീനോട് ഈ സ്നേഹം കാണിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങേക്ക് ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്ന ഒരു രാജ്യമുണ്ട്, ബംഗ്ലാദേശ്. ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്നേ നമ്മുടെ സഹോദര രാജ്യമാണ്. അവിടുത്തെ ന്യൂനപക്ഷമായ ഹൈന്ദവ സഹോദരങ്ങളും ജാതിമതമൊക്കെ വിട്ടോ എല്ലാവരും വലിയ രീതിയിലുള്ള പീഡനത്തിനിരയായി. ആയിരക്കണക്കിന് ആളുകൾ ഈ തൊട്ട് നമ്മളോട് ചേർന്ന് കിടക്കുന്ന ബംഗ്ലാദേശിൽ കൊല്ലപ്പെട്ടു. അന്ന് മുഖ്യമന്ത്രിക്ക് ഫേസ്ബുക്ക് എഴുതാൻ തോന്നിയില്ല. അന്ന് മുഖ്യമന്ത്രിക്ക് അതിന് സഹതാപം പ്രകടിപ്പിക്കാൻ തോന്നിയില്ല. ലോക്കൽ കമ്മിറ്റികൾക്കും ഏരിയ കമ്മിറ്റികൾക്കും ബംഗ്ലാദേശ് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ തോന്നിയില്ല. ഇതിനെ ഞങ്ങൾ അൽമതേതരത്വം എന്ന് വിളിക്കും, ഇതിനെ ഞങ്ങൾ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് വിളിക്കും. നിങ്ങളെയും കോൺഗ്രസിനെയും പൊളിറ്റിക്കൽ ഇസ്ലാം ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. ഈ രാജ്യത്തിന്റെ ഭരണാധികാരത്തെ, ഈ രാജ്യത്തിന്റെ ഭരണത്തെ പൊളിറ്റിക്കൽ ഇസ്ലാം കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ഇതിന് കൂട്ടുനിന്ന് കൊടുക്കുവാൻ, ഇതിനെതിരെ പ്രതികരിക്കുന്ന, ഇതിനെതിരെ ശബ്ദിക്കുന്നതിനാൽ നിങ്ങൾ എത്ര വർഗീയവാദി എന്ന് വിളിച്ചാലും ഞങ്ങൾ വീണ്ടും ശബ്ദിക്കും. കാരണം ഇത് കേരള സമൂഹം അറിഞ്ഞില്ലെങ്കിൽ നാളെ മറ്റൊരു ലെവലിനായി കേരള ജനത മാറും, കേരള സംസ്ഥാനം മറ്റൊരു ലെവലിനായി മാറും. ഞങ്ങൾക്കത് ഉൾക്കൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല. പിന്നെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇവിടെ ചെറുപുഴ നിൽക്കുമ്പോ ചെറുപുഴയുടെ കുറച്ച് രാഷ്ട്രീയം പറയാതെ പോകാൻ കഴിയും. ഞാൻ ഏറെക്കുറെ ചെറുപുഴയുടെ രാഷ്ട്രീയവുമായി ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ മേഖലയിൽ നിന്നും കടന്നു വരുന്ന ഒരാളാണ്. കുടിയേറ്റ മേഖലയാണ്, റബ്ബർ കർഷകരുടെ മേഖലയാണ്, റബ്ബറിന്റെ മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ കുടിയേറ്റ കർഷകർ കാലകാലങ്ങളായി, നമുക്ക് എല്ലാവരും അറിയാം, കാലാകാലങ്ങളായി കോൺഗ്രസിനും കേരള കോൺഗ്രസിനും അങ്ങേറ്റം മാറിയാൽ CPM-ന് വോട്ട് ചെയ്യുന്നവരാണ്, വോട്ട് ചെയ്തവരാണ്. ഇപ്പൊ അല്ല കേട്ടോ, അടുത്ത തെരഞ്ഞെടുപ്പിലൊക്കെ കളം മാറും. അതൊക്കെ ഇന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ വാർത്താ നേതാക്കന്മാർക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നലെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ഒരു സമരം പാലായില കോട്ടയത്ത്. അതിന്റെ മുദ്രാവാക്യമായിരുന്നു റബ്ബറിന് 250 രൂപ തറവില പ്രഖ്യാപിക്കണം. ആര്? കേന്ദ്ര സർക്കാർ. 2021 തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പുറത്തിറക്കിയ അവരുടെ തെരഞ്ഞെടുപ്പ്
മലയോര മേഖലയിലെ മുഴുവൻ കർഷകരെയും റബ്ബറിന് ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ 250 രൂപ തരുമെന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇപ്പോ സമരമായിട്ട് അറിയിക്കുന്നത്. ഈയിടെ ഇതിനു മുമ്പ് ലോക്കൽ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും കൊടി പിടിച്ചുകൊണ്ട് മാർക്സ് എടുക്കുന്ന സാഹചര്യം ഉണ്ടായി. റബ്ബറിന് വില കൂടണം. ഞങ്ങൾ പറഞ്ഞു റബ്ബറിന് വില കൂട്ടാകും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ജീവിതകാലത്ത് റബ്ബറിന് വില കൂട്ടാൻ മേലാത്ത രീതിയിൽ 1991-ലും 99-ലുമുള്ള ഗാട്ട് കരാറിലും ആസിയൻ കരാറിലും ഈ രാജ്യത്തെ 163 രാജ്യങ്ങൾ കൂട്ടി ഒപ്പിട്ട കരാറിൽ ഈ റബ്ബറിന്റെ ഇറക്കുമതി തീരുവ 20% നിജപ്പെടുത്തി കോൺഗ്രസുകാര് നിങ്ങൾ ഒപ്പിട്ട കരാറാണ്. ഇന്നും റബ്ബറിന് 1 രൂപ പോലും വർദ്ധിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ കേന്ദ്ര ഗവൺമെന്റ് പ്രസിഡന്റ് നിൽക്കുന്നത്. ഒത്തിരി പോയതാണ്, ഒത്തിരി മെനക്കെട്ടതാണ്. കാരണം ഈ BJP ചേർന്നതിന് ശേഷം എന്റെ ഏറ്റവും വലിയ ഉദ്യമം അതായിരുന്നു. പക്ഷേ എന്നോട് കേന്ദ്രമന്ത്രി ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു, ഷോൺ പറയുന്ന ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായി, ഷോൺ പറയുന്ന കർഷകരുടെ പ്രശ്നം എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ പോളിസിക്ക് വിരുദ്ധമായി, ഈ കാട്ടുകരാറിന് വിരുദ്ധമായി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഷോൺ എഴുതാ. ഞാൻ പരമ്പരാഗതമായി കേരള കോൺഗ്രസുകാർ പറയുന്ന എല്ലാ വീട്ടിലും ഞാൻ അവിടെ പോയി പറഞ്ഞു. അപ്പൊ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും മിനിസ്റ്ററിനോട് പറഞ്ഞു ഇന്ന കാര്യങ്ങൾക്ക് ഇത് നടക്കില്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, മലയോര മേഖലയിലെ എന്റെ പ്രിയ സഹോദരങ്ങളായ റബ്ബർ കർഷകരെ, മറ്റെന്തെങ്കിലും പരിപാടി നോക്കിയില്ലേ നമ്മൾ പട്ടിണിയായി. അതാണ് നമ്മുടെ അവസ്ഥ. ഫ്രൂട്ട് പ്ലാന്റ്സ്, പ്രത്യേകിച്ച് ട്രോപ്പിക്കൽ പ്ലാന്റ്സിലേക്ക് മാറി ചിന്തിക്കണം. മുഴുവൻ റബ്ബർ മേടിക്കണം ഞാൻ പറയുന്നില്ല. റബ്ബറിന് 250 രൂപ 300 രൂപ, പക്ഷെ 300 രൂപ കിട്ടിയാലും 50 രൂപ പോലും മിച്ചം കിട്ടുന്ന സാഹചര്യമില്ല. അതിനപ്പുറത്തേക്ക് റബ്ബറിന്റെ വില വർദ്ധിക്കില്ല. ഇന്ന് ഒരു ജനതയപ്പാടെ, പ്രത്യേകിച്ച് നമ്മുടെ ഈ മേഖലയിലേക്ക് എടുത്ത് നോക്കുമ്പോ ഒരു ജനതയപ്പാടെ ഈ രാജ്യത്തിൽ നിന്നും ഈ നാട്ടിൽ നിന്നും പലായനം ചെയ്യുന്നു. ഞാൻ ഇന്ന് പോയ ഒരു സ്ഥലങ്ങളിലും വീട്ടിലെ മക്കളില്ല, അപ്പനും അമ്മയും പട്ടിയുണ്ട്. ഇതാണ് ഓരോ വീട്ടിലെ അവസ്ഥ. ഒറ്റ വീട്ടിൽ പിള്ളേരില്ല. ഇവര് എല്ലാം വിദേശത്തോട് പലായനം ചെയ്യുന്നു. ഈ കുട്ടികളെ തിരികെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു സുപ്രഭാതത്തിൽ ചാടിക്കേറി ഇന്ന് വാ മക്കളെ പറയുന്നത് വരില്ല. അവർക്ക് ജീവിക്കാനുള്ള മാർഗം കൂടെ പറഞ്ഞു കൊടുത്താൽ മാത്രമേ ഈ കുട്ടികൾ ഈ നാട്ടിലേക്ക് തിരിച്ചു വരും. ഇന്ന് പ്രത്യേകിച്ച് മലയോര കാർഷിക മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതിലൊന്നാണ്. കർഷകരുടെ പ്രശ്നങ്ങൾ ഇത് മാത്രമാണോ? ഞാൻ ഇപ്പോൾ ഈ മേഖലയിൽ മുഴുവൻ ഞാൻ കണ്ടിട്ടുള്ളത് ഏറ്റവും വലിയ പ്രശ്നമായി വരുന്നത് നമ്മുടെ വന്യമൃഗശല്യമാണ്. എന്ത് പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞു ഗവൺമെന്റിന്? ഈ വിഷയം പറഞ്ഞു. ഇവിടുന്ന് കേരളത്തിന്റെ ഡെലിഗേഷൻ പോയി കേന്ദ്രമന്ത്രിയെ കണ്ട് പരസ്യമായ കേന്ദ്രമന്ത്രി പാർലമെന്റിൽ പ്രസ്താവന നടത്തി. നിങ്ങൾക്ക് ഇവരെ വെടിവെച്ച് കൊല്ലുവാനുള്ള എല്ലാ അധികാരവും സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട്. പിന്നെന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത്? ഇവിടെ ഒരു ഭാഗം കൃഷി ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക് ഈ നാട് പോയിരിക്കുന്നു. വലിയ രീതിയിലുള്ള കാട്ടുപന്നി ശല്യം, കുരങ്ങ് ശല്യം, ഒരു തരത്തിലും ജീവിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല. എന്തു പരിഹാരം ഉണ്ടാക്കി? നിങ്ങളെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിൽ മണ്ടക്കാശത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഈ രാജ്യത്തെ ഈ നാടിന് വന്യമൃഗ ശല്യത്തിനും ശാശ്വത പരിഹാരം ഉണ്ടാക്കും. പിണറായി വിജയൻ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ വീടുകളിൽ വരുമെന്ന് ചോദിക്കണം. എന്ത് ചെയ്തു? അങ്ങനെ ഒരു കള്ള നാണയമായി മാറിയ, ലോകത്താർക്കും വേണ്ടാത്ത ഒരു ഇസം ഇന്നും ഒരേ ഒരു സ്ഥലത്ത് അവശേഷിക്കുന്നു, കേരളത്തിൽ. കമ്മ്യൂണിസം. അത് ഈ നാട്ടിൽ നിന്നും തുടച്ചു നീക്കുവാനുള്ള കർത്തവ്യം ഏറ്റെടുക്കുവാനുള്ള ആംബിയം കോൺഗ്രസിനില്ല. കാരണം അവർക്ക് തമ്മിലടി കഴിഞ്ഞിട്ട് മറ്റൊന്നും സമയമില്ല. ലോകത്താർക്കും വേണ്ടാത്ത കാലഘട്ടപ്പെട്ട ആശയത്തെ കേരളത്തിന്റെ മണ്ണിൽ നിന്നും തുടച്ചു നീക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം ഭാരതീയ ജനതാ പാർട്ടിക്കാണ് എന്ന് നിങ്ങൾ മറക്കരുത്. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, നമ്മുടെ കടമയാണ്. ഈ നാടിനോടുള്ള കടമ. ഈ ലോകം മുഴുവൻ വികസിക്കുമ്പോ, ഈ രാജ്യം മുഴുവൻ വികസനത്തിലേക്ക് നടന്നു നീങ്ങുമ്പോ തിരികെ നടക്കുന്ന ഒരു മാർഗം. അതിന് മകളും മരുമകനും കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിക്ക് മറ്റൊന്നിനും സമയമില്ല. ഞാനൊരു കേസ് കൊടുത്തായിരുന്നു. അതിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. SFIO, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഓഫ് ഇന്ത്യ. ഞാൻ കൊടുത്ത പരാതിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം നടക്കുകയാണ്. ഏറെക്കുറെ അടുത്ത മാസം കൊണ്ടൊക്കെ തീരുമാനം ഉണ്ടാകുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എങ്ങനെയാണെന്ന് അറിയില്ല. അന്വേഷണം പുരോഗമിക്കുന്നു. ഞാൻ ഇവിടെ നിൽക്കുന്ന എന്നെ ശ്രമിക്കുന്ന സഹാക്കളുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ. നിങ്ങളുടെ നേതാവ് കേരളം ഭരിക്കുന്ന
പെരുക്കള്ളനാണ് എന്ന് നിങ്ങൾ ഇനിയും മനസ്സിലാക്കിയില്ലെങ്കിൽ മുണ്ടുമുറുക്കി കൊടുത്ത് നിങ്ങൾ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾക്ക് ബഹുമാനം കൊടുത്തുകൊണ്ട് പറയട്ടെ, നിങ്ങൾ വഞ്ചിതരാകുകയാണ്. മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലെ ആവറേജ് ബാലൻസ് 10 കോടി രൂപയ്ക്ക് മുകളിലാണ്. ആ 10 കോടി രൂപയിൽ നിന്നും 2019 ശേഷം മുഴുവൻ ട്രാൻസാക്ഷൻ പോയിട്ടുള്ളത് അമേരിക്കയിലേക്ക്. അമേരിക്കയിൽ ആരാളെ? അമേരിക്കയിൽ ഫാരിസ് അബൂബക്കറുണ്ട്. ഇടക്കിടക്ക് മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് വേണ്ടിയൊക്കെ ചെല്ലുന്നുണ്ട്. ഒന്നിനൊന്നുമല്ല, നമ്മൾ കേട്ട് പരിചയമുള്ള ലാവ്ലിൻ കമ്പനിയിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട് ദുബായിലെ കമ്പനിയിലേക്ക്. അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക് എന്ന ബാങ്കിലേക്ക് ലാവ്ലിൻ കമ്പനിയിൽ പൈസ മേടിച്ചിട്ടുണ്ട്. പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിൽ നിന്നും പൈസ മേടിച്ചിട്ടുണ്ട്. എന്തു വേണ്ട, കേരള സംസ്ഥാനത്ത് 2016 ശേഷം മൊട്ടുസൂചി വാങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ഈ മുഖ്യമന്ത്രിയും മകളും കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഈ പാർട്ടിക്ക് സിന്ദാബാദ് വിളിക്കുന്ന ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറഞ്ഞേക്കാം. ഇനി കേരള മുഖ്യൻ വിദേശത്ത് പോയാൽ തിരിച്ചു വരുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കും. കാരണം ഈ കേസ് കയറി ഒഴുകിയാൽ ശേഷിക്കുന്ന കാലം ഇവിടെ ജയിലിൽ കിടക്കാൻ പറ്റില്ല. കേരളത്തിലാണ് സൗകര്യം കിട്ടിയത്. പക്ഷേ SFI നോക്കിക്കൊണ്ട് പോയാൽ മിക്കവാറും ബാംഗ്ലൂർ സെൻട്രൽ ജയിലിലോ ചെന്നൈ സെൻട്രൽ ജയിലിലോ ആകാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ഈ മുഖ്യമന്ത്രിക്കും മകൾക്കും ഇനി കേരള സംസ്ഥാനത്ത് അധിക നാൾ തുടരാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. ഒരു കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. എനിക്കും തിരികെ പോകാൻ സമയമായി. ഞാൻ നാളെ ഇനിയും നമ്മുടെ കടയിൽ ബലിദാനികൾ ഉണ്ടാകാം, ഞാനും നിങ്ങളും ഉൾപ്പെടെ. പക്ഷേ ഈ പാർട്ടി ഉയർത്തിപ്പെടുത്ത മുദ്രാവാക്യങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ, ഈ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യങ്ങളെ മുമ്പോട്ട് എത്തിച്ച് ഈ രാജ്യം ഭരിക്കുവാൻ, ഈ നാടിലെ കേരള സംസ്ഥാനത്തെ ജനങ്ങൾക്കോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭരണം സമ്മാനിക്കുവാൻ ഇവിടെ എന്റെ മുമ്പിൽ തളിച്ചുകൂടിയിട്ടുള്ള നിങ്ങൾ ഓരോരുത്തർക്കും പ്രതിജ്ഞാപരമായി ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം ഇവിടെ നിന്നുകൊണ്ട് ജയകൃഷ്ണദാസിന് മുമ്പിൽ നിന്നുകൊണ്ട് ആ പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമുക്ക് പിരിയാൻ കഴിയണം. ഈ പാർട്ടിയെ അധികാരത്തിൽ എത്തിക്കുവാൻ ഇവിടെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഈ നാടിനെ വഞ്ചിച്ചുകൊണ്ട്, ഈ നാടിനത്തിൽ കപടമതേതൃത്വം പ്രസംഗിച്ചുകൊണ്ട്, ഈ നാടിനെ വഞ്ചിച്ചുകൊണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കേന്ദ്രമാക്കി കേരള സംസ്ഥാനത്തെ മാറ്റുവാൻ ശ്രമിക്കുന്ന ഇടതുവലത് മുന്നണിക്കെതിരെ അടുത്ത 1.5 വർഷക്കാലം രാഷ്ട്രീയ യുദ്ധം നയിക്കുവാനുള്ള പ്രബുദ്ധത എന്റെ മുമ്പിലിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓരോ പ്രവർത്തകരും കാണിക്കണം. ആ വലിയ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെല്ലാവരുടെ അനുവാദത്തോടുകൂടി ഏറെ ആദരവോടുകൂടി ഈ ബലിദാനികൾക്ക് മുമ്പിൽ എന്റെ ശിരസ് നമിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. സോന ഗോൾഡ്, ഡയമണ്ട്സ് ആൻഡ് ജ്വല്ലേഴ്സ്. കുതിച്ചുയരുന്ന സ്വർണ്ണവില ഇനിയൊരു പ്രശ്നമേ അല്ല. സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു. മാസത്തവണകളിലായി 1000 രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം. എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ. മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം, ഗോൾഡ് 12, മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ, വജ്രം, ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം, ഓൾഡീസ് ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീം, ഈസി ഗോൾഡ് 1000 രൂപ മുതലുള്ള മാസത്തവണകൾ, ചുരുങ്ങിയ കാലാവധി, അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ, ലളിതമായ അംഗത്വ നടപടി. ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ. ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ. സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുപുഴ, വെള്ളരിക്കുണ്ട്, ആലക്കോട്, പാടിയോട്ടുചാൽ. കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 9188410391 at 04985240391.